ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയാൻ പോണത്, അങ്ങനെ സരു വീണ്ടും സംശയിച്ച് തുടങ്ങുകയാണ് നമ്മുടെ മനോഹറിൻ്റെ പിന്നാലെ തന്നെ പോകാൻ വേണ്ടി സരു ഉറച്ച് തീരുമാനിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ രണ്ട് പേർക്ക് സരു നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ആ ഓഡിറ്റോറിയത്തിലെ ആൾക്ക് നമ്പറും അതിൻ്റെ CCTV ദൃശ്യങ്ങളും വേണമെന്ന് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ടെക്സ്റ്റൈൽസിലെ ആൾക്കും പണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടെക്സ്റ്റൈൽസിലെ ആൾ സരുവിനെ വിളിക്കുന്നുണ്ട്. ഹലോ, മേഡം പറഞ്ഞ ആ പുള്ളിയില്ലേ, അയാൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെയുണ്ടോ? അയാൾ പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണേ. ബില്ലെങ്ങാനും കൊടുക്കുകയാണെങ്കിൽ അത് എന്തിന് സിസ്റ്റം കംപ്ലയിൻറ്റോ ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ചേരം പിടിച്ച് നിൽക്കണേ. ഒരു 10 മിനിറ്റ് പെട്ടെന്ന് തന്നെ വരാം മേഡം, വേറെ പ്രശ്നമൊന്നും ആവില്ലല്ലോ അല്ലേ? ഒരു പ്രശ്നമില്ല, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സരിയോ വേഗം തന്നെ ഫോം വെച്ചിട്ട് വേഗം തന്നെ കടയിലേക്ക് പുറപ്പെടുക കേട്ടോ. പോണ സമയത്ത് ഷാരി ചോദിക്കേണ്ട, മോളെ എവിടേക്കാണ് പോണത്? ഞാനും കൂടി വന്നോട്ടെ. ഞാനും അപ്പോൾ കുഞ്ഞാരും നോക്കും, ഞാൻ കുഞ്ഞിനെ എടുത്തിട്ട് വരാം. കുഞ്ഞിപ്പോൾ 1 വയസ്സാവാനായില്ലേ മോളെ, ഇനി എന്ത് പേടിക്കാനാ? നിങ്ങൾ വരാൻ നിൽക്കണ്ട, ഞാൻ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് വേണ്ടി പോവാണ്. മോളെ മട്ടും ബവൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്ന് ഷാരി പറയുമ്പോൾ, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ വലിയ അതിന് കാണിക്കണ്ട, നിങ്ങൾ എൻ്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ, വളർത്തമ്മയല്ലേ, അപ്പോൾ ആ രീതി നിങ്ങൾ ഇതാക്കിയാൽ മതി എന്നൊക്കെ പറയാണ്. ഷാരിക്ക് വിഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ സരി അവിടെ നിന്ന് വേഗം ടെക്സ്റ്റൈൽസിലേക്ക് പോവാണ്. അവിടെ കയറുമ്പോൾ തന്നെ റിസപ്ഷൻ്റെ പുള്ളി പറയുന്നുണ്ട്, മാനേജർ പറയുന്നുണ്ട്, മേഡം അവർ ചുരിദാറിൻ്റെ ആ സൈഡിലുണ്ടെന്ന് പറയാണ്. നേരെ അങ്ങോട്ടേക്ക് സരിവ് പോകുമ്പോഴേക്കും ഞെട്ടിപ്പോകുന്ന കാഴ്ച കേട്ടോ സരിവ് കാണുന്നത്. നോക്കുമ്പോൾ ആ മരിയ എന്ന് പറഞ്ഞ പെണ്ണിന്, അതായത് കഴിഞ്ഞ ദിവസം ഫ്ലാറ്റിൽ വെച്ച് കണ്ട അതേ പെണ്ണിന് മനോഹർ സാരി മാച്ച് ചെയ്യുന്ന സാരി ഉടുപ്പിച്ച് നോക്കി കൊടുക്കട്ടെ, അതായത് എടുത്തിട്ട് മേത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ നോക്കി കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ സരിവിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. ഇവരുടെ വർത്താനം മനഃപൂർവ്വം കേൾക്കാൻ തന്നെ സരിവ് കുറച്ച് മാറി നിൽക്കുകയാണ്. അപ്പോൾ മനോഹർ പറഞ്ഞിട്ട്, മോൾക്ക് ഡ്രസ്സ് നന്നായിട്ട് ചേരും, നമുക്ക് അമേരിക്കയിൽ പോകുമ്പോഴേ മോളും അമേരിക്ക എന്നാലും തനി നാടൻ പെൺകുട്ടിയായിട്ട് നടക്കണം. അവിടുത്തെ സായിപ്പന്മാരും മതാവന്മാരൊക്കെ ആകെ ഞെട്ടിപ്പോകും എന്ന് പറയാണ്. എന്തായാലും അതാണ് മനോഹറിന് ഈ ഡ്രസ്സ് ഇഷ്ടമാണെങ്കിൽ ഞാനിത് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സാരിയൊക്കെ എടുക്കുകയാണ്. സാരി ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ നിൽക്കുക കേട്ടോ. ഇന്ന് അയാൾ വീട്ടിലേക്ക് വരട്ടെ, ഇന്ന് ഇയാളുടെ ശവമടക്കാണ് എന്നൊക്കെ രീതിയിൽ. അതേശേഷം സാരിയുടെ ഫോണിലേക്ക് വേറൊരു കോള് വരുവാണ്. മറ്റേ ഓഡിറ്റോറിയത്തിൽ ആ പുള്ളി വിളിക്കുകയാണ്. ഹലോ മേഡം പറയല്ലോ, കുറച്ച് ഓഡിറ്റോറിയത്തിൽ കല്യാണം നടന്നിട്ടുണ്ടോ, വേറെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന്. ഞാൻ അതിൻ്റെ പെൻഡ്രൈവ് കൊണ്ടുവന്നിട്ടുണ്ട് മേഡം എപ്പോഴും ഫ്രീ ആവാം, ഞാൻ ഇപ്പം തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് സാരി അവിടെ നിന്ന് ഇറങ്ങും. ശേഷം നേരെ പോണത് ഈ ഓഡിറ്റോറിയത്തിൽ മാനേജർ കാണാൻ വേണ്ടിയിട്ടാട്ടോ. മാനേജർ ആ പെൻഡ്രൈവ് സരിവിനെ കൊടുക്കുന്നുണ്ട്. മേഡം ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, മേഡം ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഉറപ്പ് വരുത്തിയത് കൊണ്ടിട്ടാണ് ഞാൻ ഈ പെൻഡ്രൈവ് മേഡത്തിന് തന്നത് എന്ന് പറയുമ്പോൾ സരിവ് പറയണ്ടോ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ പെൻഡ്രൈവ് വാങ്ങിച്ചിട്ട് സരിവ് നേരെ വീട്ടിലേക്ക് പോവാട്ടോ. ലാപ്ടോപ്പിൽ ഇട്ട് നോക്കണ സരിവ് ഞെട്ടിപ്പോവാണ്. അത് നിഷയുടെയും മനോഹറിൻ്റെ വിവാഹത്തിൻ്റെ കല്യാണ ഭാഗങ്ങളാട്ടോ. അതിൽ കുറേയൊക്കെ ഉള്ളത്, ഒരുപാടൊന്നുമില്ല, ആ ക്യാമറ ഉള്ള സ്ഥലത്തെ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ ആദ്യമൊക്കെ മനോഹർ മുഖത്ത് ആ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ടല്ലേ കല്യാണത്തിന് വന്നത്. അപ്പോൾ ആ ഭാഗമൊക്കെയാണ് ആദ്യമുള്ളത്. അപ്പോൾ തന്നെ സരിവിന് മനസ്സിലായത് മനോഹർ തന്നെയാണെന്ന്. പക്ഷേ എന്നാലും സരിവ് അത് വീണ്ടും നോക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അതിൽ മനോഹറാണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. അതിനേക്കാൾ വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ രാഹുലിനെയും കാണുന്നുണ്ട്. കാരണം ആ വിവാഹത്തിനാണ് രാഹുൽ അമ്മാവനാണെന്ന് പറഞ്ഞ് പോയത്. അപ്പോൾ രാഹുലിനെയും കാണുന്നുണ്ട്. അപ്പോൾ തൻ്റെ അച്ഛനും ഇതിൻ്റെ പിന്നിലുണ്ടല്ലേ, അപ്പോൾ അച്ഛനെ പേടിപ്പിച്ചിട്ടായിരിക്കും അയാളാണ് ആ വിവാഹത്തിനെ കൊണ്ടുപോയത്. ഇയാളൊരു നിസ്സാരക്കാരനല്ലല്ലോ, എന്നെ ഇത്ര കള്ളം പറഞ്ഞ് പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഇയാളിനെ ജീവിച്ചിരിക്കാൻ പാടില്ല. ഇനി ഇയാൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. എന്നെ പറ്റിച്ച ഇയാൾ കിരണിനേക്കാളൊക്കെ എനിക്കിപ്പോൾ ഏറ്റവും വലിയ ശത്രു ഇയാളാണ്. വീട്ടിലേക്ക് വരട്ടെ, ഇയാളുടെ അന്ത്യം എൻ്റെ കൈകൊണ്ടായിരിക്കും എന്നൊക്കെ സാരി മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ വിക്രത്തിനെ ഗംഗപ്രസാദിനെ ഞെട്ടിച്ചുകൊണ്ട് രാഹുലിന് ആ ഒരു വിധി വരുന്നത്. അങ്ങനെ കോടതി വിധിക്കുകയാണ്. രാഹുൽ കൃഷ്ണദാസിനെ റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കോടതി വിധിക്കുക കേട്ടോ. രാഹുലാണെങ്കിൽ ഇനിയിപ്പോൾ ജയിൽ ജീവിതമാണല്ലോ എന്ന രീതിയിൽ ജയിലിലേക്ക് പോകണം. എനിക്ക് ഭക്ഷണം കറക്റ്റായിട്ടൊക്കെ കിട്ടുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനായിട്ട് രാഹുൽ ജയിലിലേക്ക് പോവാണ്. ജയിലിലേക്ക് ജയിലിൽ കിടക്കണം രാഹുലിൻ്റെ അടുത്തേക്ക്. അവിടെ ജയിലിലെ ആ സെക്യൂരിറ്റി പറഞ്ഞിട്ട്, അതെ ഇവിടെ സുഖിച്ച് കിടക്കാമെന്നാണ് വിചാരം, 4 നേരം ഭക്ഷണം കഴിച്ച് ജയിലിനുള്ളിൽ കിടന്നുറങ്ങാമെന്നാണ് തൻ്റെ വിചാരം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നടക്കില്ല കേട്ടോ. ഇവിടെ നന്നായിട്ട് പണിയെടുക്കണം, എല്ലാവരും പോയി പണിയെടുക്കണം, കണ്ടില്ല അവിടെ നിന്ന് എഴുന്നേക്കണോ എന്ന് പറയാണ്. അപ്പോഴേക്കും രാഹുലോട് നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. പോയി പണിയെടുക്കണോ? എന്ത് പണിയാണ് സാർ എടുക്കേണ്ടത്? അവിടെ കൃഷി നോക്കണം, വാഴ വെക്കണം, അങ്ങനെ പല പണിയുണ്ട്, പോയി പണിയെടുക്കണോ എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ അങ്ങോട്ടേക്ക് വിടുകയാണ്. കയ്യിലൊരു മമ്മട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. രാഹുൽ നേരെ കൃഷി എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നോക്കുമ്പോൾ അവിടെ വിക്രമുണ്ട്, ഗംഗപ്രസാദുണ്ട്. അവരും രാഹുലിനെ കാണുമ്പോൾ ഷോക്കാവാട്ടോ. അങ്കിളേ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. അങ്കിളേ ഇതെന്താ അങ്കിളേ, ഇതെന്ത് സംഭവിച്ചു അങ്കിളേ, ഇതെങ്ങനെ സംഭവിച്ചു അങ്കിളേ എന്നൊക്കെ വിക്രം ഇങ്ങനെ രാഹുലിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ രാഹുലിനെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രാഹുൽ പറഞ്ഞ എല്ലാത്തിനെ കാരണം നിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആളാടാ,
അയാളെങ്ങനെയാണ് ഇതിന് കാരണക്കാരനായത്? ഒന്നും പറയണ്ട, അയാളുടെ സ്വഭാവം മാറിയെന്നൊക്കെ നമ്മൾ വിചാരിച്ചില്ലേ? അയാളുടെ സ്വഭാവം മാറിയിട്ടൊന്നുമില്ല. അയാൾ ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്, പഴയ പോലെ കല്യാണി സ്നേഹിക്കുന്നവൻ തന്നെയാണ്. അയാൾ എൻ്റെ കൂടെ നിന്നു, എന്നെയും എൻ്റെ മകളെയൊക്കെ കൂടെ നിൽക്കാം, നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ ജയിലിൽ നിന്ന് രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അയാൾ എൻ്റെ കൂടെ കൂടി 2 ദിവസം എൻ്റെ കൂടെ നിന്നു. പക്ഷേ അയാളെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ല വിക്രം. പക്ഷേ അയാൾ എന്നെ ശരിക്കും മുതലെടുത്തു. 2 ദിവസം അയാൾ എനിക്ക് വെച്ച് വിളമ്പയൊക്കെ തന്നു. 3ാമത്തെ ദിവസം ഞാൻ കല്യാണിനെയും കിരണിനെയും അതുപോലെ തന്നെ രൂപേനെയും ചന്ദ്രസേനെ കൊല്ലാൻ വേണ്ടി തന്നെ അവരുടെ വീട്ടിലേക്ക് പോയ സമയത്ത് ഇയാളും എൻ്റെ പുറകെ വന്നു. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിരണിനെ പറഞ്ഞു മനസ്സിലാക്കി. കിരൺ അവിടെ വിളിച്ചു വരുത്തി കിരണിൻ്റെ തല പൊട്ടിച്ചു, കണ്ടില്ലേ? ശേഷം കോടതിയിലേക്ക് കയറിയിട്ട് എനിക്കിപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുക. എന്നാലും എൻ്റെ അങ്കിൾ ഇത്ര പൊട്ടനായി പോയോ? ആ പ്രകാശ് എന്ന് പറഞ്ഞ ആളെ അടുപ്പിക്കാൻ പാടുന്ന ഞാൻ അങ്കിളിനോട് കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞതല്ലേ എന്ന് വിക്രം പറയുമ്പോൾ ഗംഗാപ്രസാദ് പറയണ്ടേ, ഇനിയിപ്പോൾ ഞങ്ങൾ വഴക്ക് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മൾ 3 പേര് ഇപ്പോൾ ജയിലിലായി, അതൊരു കണക്കിന് നന്നായി. ഇനി നമുക്ക് 3 പേർക്കും കൂടി ആലോചിക്കാമല്ലോ. നമ്മുടെ 3 പേരുടെയും ബുദ്ധിയും ശക്തിയാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ ഗംഗപ്രസാദ് പറയണം. അങ്ങനെ അവർ 3 പേരും കൂടി പ്ലാൻ ചെയ്യാട്ടോ, എങ്ങനെ ഈ ജയിലിൽ കടന്ന് പുറത്തേക്ക് പോയിട്ട് ശത്രുക്കളേക്ക് ഇല്ലാതാക്കാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചു തുടങ്ങാണ്. അതേസമയം നമ്മുടെ പ്രകാശാണെങ്കിൽ കല്യാണിൻ്റെയും കാദംബരിയുടെയും അതുപോലെ കാർത്തികയുടെയൊക്കെ കാല് പിടിച്ചടക്കാണ്. മക്കളെ, നിങ്ങളുടെ ഒരു ദിവസം എന്നെ അച്ഛനായിട്ട് അംഗീകരിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ എന്നെ തീയിൽ പോയി ചാടാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പോയി ചാവാൻ പറഞ്ഞാൽ പോലും ഞാൻ പോയി ചാവും. അത്രയ്ക്ക് ഇഷ്ടമാണ് മക്കൾ എനിക്ക് നിങ്ങളെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മക്കൾ ആരും തന്നെ പ്രകാശിനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ കല്യാണി പതുക്കെ പ്രകാശിനെ അംഗീകരിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അത് മാത്രമല്ല, പ്രകാശിൻ്റെ ജീവന് ആപത്താണെന്ന് കല്യാണിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം വെച്ചാൽ രാഹുലിന് ഇപ്പം കല്യാണിക്കും കിരണിനോടൊപ്പമുള്ള ദേഷ്യം പോലെ തന്നെ പ്രകാശിനോടും ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കല്യാണി പ്രകാശിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കല്യാണി പ്രകാശിനെ കൊണ്ട് നേരെ ജയിലിലേക്ക് പോകും. എന്തിനാ? വിക്രത്തിനെ കാണിക്കാനായിട്ട്. എടാ, ഇത്രയും വർഷം 10-25 വർഷം ഇയാൾ നിൻ്റെ മാത്രം അച്ഛനായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എൻ്റെ അച്ഛനാണ്. ഇനി ഞാൻ പൊന്നുപോലെ എൻ്റെ അച്ഛനെ നോക്കും. ഇനിയുള്ള ജീവിതത്തിൽ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എടാ, ഈ അച്ഛൻ്റെ ശരീരത്തിലെ ഒരു പകുതി, കരളിൻ്റെ പകുതി ഭാഗം നിനക്ക് തന്നിട്ടല്ലേടാ നീ ഇപ്പോൾ ഈ ഓപ്പറേഷനൊക്കെ ചെയ്ത് സൗണ്ട് പോലും നിനക്ക് കിട്ടിയത്. അതിൻ്റെ നന്ദി പോലും നീ കാണിച്ചോടാ. 25 വർഷം നിന്നെ പൊന്നു പോലെ നോക്കിയത് എന്നൊക്കെ പറയണം. അതെ, നീ വലിയ ആളെന്നാവണ്ട, അതേടാ ഞാൻ വലിയ ആളാവും, നിന്നെക്കാളും വലിയ ആൾ തന്നെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി വെല്ലുവിളിക്കാട്ടോ പ്രകാശിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട്. അവർ പോയി കഴിയുമ്പോഴേക്കും രാഹുലും ഗംഗപ്രസാദും പറഞ്ഞിട്ട്, കണ്ടില്ല അവളുടെ അഹങ്കാരം, നിൻ്റെ അച്ഛനും കൂടിയതിൻ്റെ അഹങ്കാരം അവൾക്ക്, അവരങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയാണ്. അതെ, അവളെ വെറുതെ വിടാൻ പാടില്ല അങ്കിളെ, നമുക്ക് എങ്ങനെയെങ്കിലും ജയിലിൽ പുറത്ത് കടന്നേ പറ്റൂ. ശരിയാടാ, എനിക്കെങ്കിൽ എൻ്റെ മോളെ കാണിച്ചിട്ട് ആകെ ടെൻഷനാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ മനോഹരനെ ഭയങ്കര സംശയം എന്ന് പറയാൻ പാടില്ല, അവളുടെ സംശയമൊക്കെ സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവളിപ്പോൾ ഏത് നേരവും മനോഹരൻ്റെ പുറകെയിലാണ്. അങ്കിളെ, അവനൊരു ഫ്രോഡാണല്ലോ. അതെ, കഴിഞ്ഞ ദിവസം നിൻ്റെ അച്ഛനെ കണ്ടപ്പോഴും നിൻ്റെ അച്ഛനെ വരുന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ കൊണ്ട് എൻ്റെ മോള് വീണ്ടും മനോഹരൻ്റെ പുറകെ പോകാൻ തുടങ്ങിയത്. പിന്നെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനും കുറേയൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതൊന്നും വേണ്ടായിരുന്നു എന്ന്. എനിക്ക് പേടി, ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്ക് പേടി. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കണം എന്തിനാടാ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ജയിലിൽ ചാടിയിരിക്കും എന്നൊക്കെ വിക്രവും ഗംഗപ്രസാദും രാഹുലിനോട് ഉറപ്പ് കൊടുക്കാട്ടോ. അപ്പോൾ ആ ഒരു അത്രയും ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ നാളെ മറ്റന്നാളത്തേക്ക് എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.